ഹായ് ഫ്രണ്ട്സ്, എജുപ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സ്പോർട്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളാണ്. 2024 ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 250 ചോദ്യങ്ങളുടെ അവസാന ഭാഗമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. PSC ബുള്ളറ്റിനിൽ നിന്നുള്ള ചോദ്യങ്ങളാണിത്. നമുക്ക് നോക്കാം. 228ാമത്തെ ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സിൽ പതാക ഏന്തുന്ന ഇന്ത്യൻ കായിക താരം ആരാണ്? 2024 ഒളിമ്പിക്സ് നടക്കുന്നത് പാരീസിലാണ്. പാരീസ് ഒളിമ്പിക്സിൽ പതാക ഏന്തുന്ന ഇന്ത്യൻ കായിക താരം ടേബിൾ ടെന്നീസ് താരമായിട്ടുള്ള അജന്ത ശരത് കമലാണ്. ടേബിൾ ടെന്നീസ് താരമായ അജന്ത ശരത് കമലാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ പതാക ഏന്തുന്ന ഇന്ത്യൻ കായിക താരം അജന്ത ശരത് കമലാണ്. ടേബിൾ ടെന്നീസുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് അജന്ത ശരത് കമൽ. പാരീസ് ഒളിമ്പിക്സിൽ ദീപശിഖ പ്രയാണത്തിൽ പങ്കെടുക്കാനായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ താരം അഭിനവ് ബിന്ദ്രയാണ്. പാരീസ് ഒളിമ്പിക്സിൽ ദീപശിഖ പ്രയാണത്തിൽ പങ്കെടുക്കാനായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ താരം അഭിനവ് ബിന്ദ്രയാണ്. 2024 ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ ഡബിൾസ് കിരീടം നേടിയ ഇന്ത്യൻ സഖ്യമാണ് സാത്വിക് സായിരാജും ചിരാഗ് ഷെട്ടിയും. 2024 ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ ഡബിൾസിൽ കിരീടം നേടിയ ഇന്ത്യൻ സഖ്യമാണ് സാത്വിക് സായിരാജും ചിരാഗ് ഷെട്ടി സഖ്യം. 2023 ഫിഫയുടെ ഏറ്റവും മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലയണൽ മെസ്സിയാണ്. 2023 ഫിഫയുടെ ഏറ്റവും മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ലയണൽ മെസ്സി. 2023 ഫിഫയുടെ ഏറ്റവും മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഐറ്റാന ബോൺമതിയാണ്. 2023 ഫിഫയുടെ ഏറ്റവും മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി സ്പെയിനിലെ ഐറ്റാന ബോൺമറ്റിയാണ്. വേൾഡ് പാരാ അത്ലറ്റിനുള്ള 2023 വേൾഡ് ആർച്ചറി അവാർഡ് ലഭിച്ച ആദ്യ ഇന്ത്യൻ താരം ശീതൾ ദേവി. ശീതൾ ദേവിക്കാണ് ലഭിച്ചത്. വേൾഡ് പാരാ അത്ലറ്റിനുള്ള 2023 വേൾഡ് ആർച്ചറി അവാർഡ് ലഭിച്ച ആദ്യ ഇന്ത്യൻ താരം ശീതൾ ദേവിയാണ്. 2026 ഫുട്ബോൾ ലോകകപ്പിനെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ USA, മെക്സിക്കോ, കാനഡ എന്നിവയാണ്. 2026 ഫുട്ബോൾ ലോകകപ്പിനെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങളാണ് USA, മെക്സിക്കോ, കാനഡ. USA, മെക്സിക്കോ, കാനഡ. 3 രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന 2026 ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഫൈനൽ വേദി മെറ്റ് ലൈഫ് സ്റ്റേഡിയമാണ്. USAയിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയം. 3 രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന 2026 ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഫൈനൽ വേദി USAയിലുള്ള മെറ്റ് ലൈഫ് സ്റ്റേഡിയമാണ്. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ അത്ലറ്റ്സ് കമ്മിറ്റി അധ്യക്ഷനാകുന്ന ആദ്യ ഇന്ത്യൻ താരം PR ശ്രീജേഷ് ആണ്. PR ശ്രീജേഷ്. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ അത്ലറ്റ്സ് കമ്മിറ്റി അധ്യക്ഷനാകുന്ന ആദ്യ ഇന്ത്യൻ താരം PR ശ്രീജേഷ്. മുൻ മലയാളി ഹോക്കി താരമായിട്ടുള്ള PR ശാരദയുടെ ആത്മകഥയാണ് ഫോർവേഡ്. മുൻ മലയാളി ഹോക്കി താരമായ PR ശാരദയുടെ ആത്മകഥയാണ് ഫോർവേഡ് എന്ന ആത്മകഥ PR ശാരദയുടേതാണ്. 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി തമിഴ്നാടായിരുന്നു. 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി തമിഴ്നാടാണ്. ഇതിൻ്റെ ഭാഗ്യചിഹ്നം വീരമംഗയാണ്. 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഭാഗ്യചിഹ്നം വീരമംഗയാണ്. ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് മഹാരാഷ്ട്രയാണ്. 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് മഹാരാഷ്ട്ര. 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് വേദികൾ ലഡാക്കും ഗുൽമാർഗുമാണ്. 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് വേദികൾ ലഡാക്കും ഗുൽമാർഗുമാണ്. 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഷീൻ ഇ ഷീ ആണ്. ഹിമപ്പുലിയാണ് ഷീൻ ഇ ഷീ. 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നമാണ് ഷീൻ ഇ ഷീ. 2024 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് വേദി USAയും വെസ്റ്റ് ഇൻഡീസുമാണ്. USA, വെസ്റ്റ് ഇൻഡീസ്. 2024 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് വേദി USAയും വെസ്റ്റ് ഇൻഡീസും. രഞ്ജി ട്രോഫി കിരീടം സ്വന്തമാക്കിയ ടീം മുംബൈയാണ്. രഞ്ജി ട്രോഫി കിരീടം നേടിയത് മുംബൈ. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജയ് ഷാ. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ജയ് ഷാ.
ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2027 വേദി ബെയ്ജിംഗ് ആണ്. ചൈനയിലെ ബെയ്ജിംഗ് ആണ് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ 2027 വേദി. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ജാനിക് സിന്നറാണ്. ഇറ്റലിക്കാരനായിട്ടുള്ള ജാനിക് സിന്നറാണ് 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം കരസ്ഥമാക്കിയത്. വനിതാ സിംഗിൾസ് കിരീടം നേടിയത് അരീന സബലങ്കയാണ്. ബെലാറസുകാരിയായിട്ടുള്ള അരീന സബലങ്കയാണ് 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത്. പുരുഷ ഡബിൾസ് ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയത് രോഹൻ ബൊപ്പണ്ണയും മാത്യു എബ്ദനുമാണ്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ഡബിൾസ് ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയത് രോഹൻ ബൊപ്പണ്ണ, മാത്യു എബ്ദൻ. 2024 ഓസ്ട്രേലിയൻ ഓപ്പണിൽ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ഇറ്റലിയുടെ ജാനിക് സിന്നറും വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ബെലാറസിൻ്റെ അരീന സബലങ്കയും പുരുഷ ഡബിൾസ് ഗ്രാൻഡ് സ്ലാം നേടിയത് രോഹൻ ബൊപ്പണ്ണയും മാത്യു എബ്ദനുമാണ്. ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ പുരുഷ താരമാണ് രോഹൻ ബൊപ്പണ്ണ. ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ പുരുഷ താരമാണ് രോഹൻ ബൊപ്പണ്ണ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പുതിയ CEO ആയത് രഘുറാം അയ്യറാണ്. രഘുറാം അയ്യർ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പുതിയ CEO ആണ് രഘുറാം അയ്യർ. 77ാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി അരുണാചൽ പ്രദേശിലാണ്. 2023-24 വർഷത്തെ 77ാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി അരുണാചൽ പ്രദേശാണ്. 77ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കൾ സർവീസസ് ആണ്. 77ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കൾ സർവീസസ് ആണ്. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ബിജയ് ഛേത്രി. ബിജയ് ഛേത്രി ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ ബിജയ് ഛേത്രിയാണ്. യുറഗോയ് ക്ലബ്ബ് കോളൻ FC-യിലാണ് കളിക്കുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക്